മഹിയെ മനസ്സിൽ കണ്ട് വാങ്ങിയതാ. നന്നായിട്ടുണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, എല്ലാം വില കൂടിയ സാധനങ്ങളല്ലേ. പിന്നെ ഇതെല്ലാം കാണുമ്പോഴുള്ള എന്റെ അനിയത്തിയുടെ അവസ്ഥയെ പറ്റിയാ ഞാൻ ആലോചിക്കുന്നത്. അവക്കിതൊന്നും സഹിക്കില്ല. കണ്ണേട്ടൻ പറഞ്ഞു മഹിയുടെ അനിയത്തിയുടെ സ്വഭാവത്തെ പറ്റി. അവനും അങ്ങനെ തന്നെയാ ഉണ്ണി. സമ്പത്തിന് വേണ്ടി മാത്ര ആ വീട്ടിലെ എല്ലാവരും കണ്ണേട്ടനെ സ്നേഹിക്കുന്നത്. അല്ലാതെ മനസ്സിൽ തട്ടി ആ പാവത്തിനെ സ്നേഹിക്കാൻ ആരുമില്ല. അങ്ങനെ പറയരുത്. ഇപ്പൊ ഒരാളുണ്ട് അവിടെ. അതെനിക്കറിയാം. കണ്ണേട്ടനോടുള്ള മഹിയുടെ സ്നേഹത്തിന് ഒരു കുറവുണ്ടാവരുത്. തോമസ് വൈദ്യന്റെ ചികിത്സ കൊണ്ട് കണ്ണേട്ടിനെ ഒന്ന് പിടിച്ചു നടത്താൻ കഴിഞ്ഞാ അതിൽ പരം ഒരു പുണ്യയിലെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാ ഞാൻ. ചിലർ ആഗ്രഹിക്കുമ്പോ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. അങ്ങനൊരു മിറാക്കിൾ കണ്ണേട്ടന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കട്ടെ. നിങ്ങൾക്ക് 1-2 കുട്ടികളും ജനിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളായി കരുതി ഞങ്ങൾക്കും ചേർത്ത് പിടിക്കാലോ. ആ പിന്നെ എന്റെ ഷെൽഫിനകത്തും കുറെ സാധനങ്ങളുണ്ട്. വാ വാ. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ചിന്ത കൂടിയല്ലേ? കുഞ്ഞുങ്ങളെ താലോലിക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ? അതിഷ്ടപ്പെടാത്തവരായി ആരുണ്ടല്ലേഖേ? മഹി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുന്നല്ലേ പറഞ്ഞത്? എങ്കിൽ പിന്നെ ഈ സങ്കടം കൂടി ദൈവത്തോട് പറഞ്ഞൂടെ? അർഹിക്കാത്തത് ദൈവത്തോട് ചോദിച്ചാലേ ദൈവങ്ങൾക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ട് എന്റെ കണ്ണേട്ടനെന്നും ആയുരാരോഗ്യ സൗഖ്യത്തോടെ എനിക്കൊപ്പം കാണണമെന്ന് മാത്രമേ എനിക്കിപ്പോ പ്രാർത്ഥിക്കാൻ പറ്റൂ. അങ്ങനെ ഞാൻ ദൈവങ്ങളോട് പറയും. നീ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കാണോ കരണേ? അവര് തിരിച്ചു വരുമ്പോ എന്തായാലും അനന്തുവേണ്ണും ഭാര്യയും പെട്ടി നിറയെ എന്തെങ്കിലും കൊടുത്തുവിടാതിരിക്കില്ല. അത് പതിവാ. ഇപ്പൊ ഏത് സാധനവും ഇവിടെ കിട്ടും. ഫോറിൻ സാധനത്തിന് വലിയ പുതുമയൊന്നുമില്ല. എങ്കിലും കാണും വില കൂടിയ സ്പ്രേയും ഓർണമെന്റ്സും ഒക്കെ. ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് ഓരോന്ന് കൊണ്ടുവരുമ്പോ എന്റെ കണ്ണ് തള്ളാതിരിക്കാനല്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ? പേരിന് അമേരിക്കയിലോ ജർമ്മനിയിലോ പോട്ടെ, ഗൾഫിലെങ്കിലും ഉള്ള ഒരു സുഹൃത്തിനെ കാണിച്ചു തരാൻ ഉണ്ണിയേട്ടന് പറ്റിയോ? ആരെങ്കിലും എന്തെങ്കിലും ഫോറിൻ സാധനം എനിക്ക് ഉണ്ണിയേട്ടനെന്നും പറഞ്ഞു കൊണ്ട് തന്നിട്ടുണ്ടോ? കരുണേ, ഒരു ഭാര്യയ്ക്ക് നിർബന്ധമായി വേണ്ട എന്താണെന്ന് നിനക്കറിയോ? അത് അവളുടെ കഴുത്തില് താലി കെട്ടിയവന്റെ സ്നേഹം. അതിഷ്ടം പോലെ ഞാൻ നിനക്ക് തരുന്നില്ലേ? അപ്പോഴേ എനിക്കൊരു സംശയമുണ്ട്. സ്വന്തം ഭർത്താവിന് ജോലിയും കൂലിയും ഒന്നുമില്ലെന്ന് വെക്ക, പക്ഷെ ഭർത്താവ് ഭാര്യയ്ക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അവിടെ അവളുടെ വിശപ്പ് മാറുമോ? സ്നേഹം, കുഞ്ഞുങ്ങള്, സമ്മാനം ഇതെല്ലാം ചേരുമ്പോഴേ ഒരു ദാമ്പത്യമാണെന്ന് പറയാൻ പറ്റൂ. ഇതില് പലതും കല്യാണത്തോടെ നിന്റെ ചേച്ചിക്ക് നഷ്ടപ്പെട്ടില്ലേ? അതെ, അവർക്കൊരു ആനയെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാ കണ്ണേട്ടന് അത് ചെയ്തു കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയേക്കും. പക്ഷേ ആ ആനപ്പുറത്തൊരിക്കലും കണ്ണേട്ടന് കയറാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് കുറവുകൾ അയാൾക്കുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് നീ ചെയ്യേണ്ടത്. എന്തായാലും 4 ആളുടെ മുന്നിൽ ഭർത്താവെന്ന് പറഞ്ഞ് കൊണ്ട് നിർത്താൻ പറ്റിയ ഒരാളെയാണല്ലോ നിനക്ക് കിട്ടിയത്. സ്വന്തം കഴിവുകേട് മൂടി വെക്കാൻ എന്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോരോ മണ്ട ന്യായങ്ങൾ പറയും. അതിന് നല്ല മിടുക്ക. പക്ഷെ അപ്പോഴും ഒരു കാര്യം അംഗീകരിച്ചേ പറ്റൂ. വെറും നിഴല, കണ്ണച്ചാരുടെ വെറും നിഴല് മാത്രം എന്റെ ഭർത്താവ്. അയാൾക്ക് നേരെ നിന്നൊന്ന് വിരല് ചൂണ്ടാനോ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാനോ എന്റെ ഭർത്താവിന് കഴിയില്ല. ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതാ എന്റെ നാണക്കേട്, എന്റെ കോംപ്ലക്സ്.
കൂട്ടുകൂടിയ 10 വർഷങ്ങൾ